My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. Happy Diwali to all. ഇവിടെ ബാംഗ്ലൂരിൽ വളരെ തിമിർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ മേ ബി കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അതിനിടയ്ക്കാണ് ഓൾ ഓഫ് സഡൻ ഐ ഗോട്ട് ദിസ് മെസ്സേജ് ഫോർ യു. സൺഡേ ഈ ബഹളത്തിനിടയിൽ വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബട്ട് ഈ ഒരു മെസ്സേജ് ഞാൻ കേട്ടത് ഇത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആയിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും കേൾക്കേണ്ട ഒരു മെസ്സേജ് അല്ല ഇത്. സോ ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ്ലി അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈവൻ നമ്മളുടെ വീഡിയോ റെഗുലർ ആയിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ളൊരു തോന്നൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെ? പക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് മേ ബി ലൈക്ക് ചില ആളുകൾക്ക് കാണാണ്ടിരിക്കാൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരിക്കണം. ബട്ട് സ്റ്റിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് മെസ്സേജ് ഇസ് ഫോർ യു. ഓക്കെ, ബിക്കോസ് ഈ മെസ്സേജ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു സ്പാർക്ക് തരാനോ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ട്രിഗർ ചെയ്യാനോ, സോ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പവർഫുള്ളി ഹീൽ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു കുറേ കാലമായിട്ടുള്ളൊരു പാറ്റേൺ ഹീൽ ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വാച്ച് ദിസ്, ബിക്കോസ് ഈ വീഡിയോ നിങ്ങൾക്കൊരു ആൻസർ തരാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളൊരു സിറ്റുവേഷന് പുറത്തേക്ക് വരണം, എസ്പെഷ്യലി നിങ്ങൾക്ക് പോലും അറിയാത്ത പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ, ആർ യു റെഡി? Okay, so if you're ready, comment below. Just kidding. So let's see what you need to hear right now. എന്താണ് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ്? ഓക്കെ, സോ there is something in this card. So ഞാൻ ലാസ്റ്റ് എടുക്കാം. ഓക്കെ, all right, let be here. സോ എന്താണ് ഇത്ര സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്? ഓക്കെ, സോ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, മെയിൻലി നിങ്ങൾ കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നില്ല ചില കാര്യങ്ങൾ. ഓക്കെ, സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ഗ്രേറ്റ് ഡിറ്റാച്ച്മെന്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ചില പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻലി നിങ്ങൾ ഒരുപാട് പീപ്പിൾ പ്ലീസർ ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചില ആളുകൾക്കുള്ള ഒരു അഡ്വൈസ് ഓർ ചില ആളുകൾക്കുള്ള ഒരു എൻകറേജ്മെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ട്, അല്ലെ? ഫൈനാൻഷ്യലി വരുന്ന സമയത്ത്, അതായത് മണി, സ്നേഹം, ഇമോഷൻസ് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്ലേസിൽ നിങ്ങൾ ഓവറായിട്ട് കൊടുക്കരുത്. ഓക്കെ, സോ എന്ത് സംഭവിക്കും? നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന അത്രയും നല്ല കാര്യമായിരിക്കാം, പക്ഷെ അതിൻ്റെ ഒരു അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് ഉണ്ടാവില്ല എന്ന് പറയും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ചില പ്ലേസസും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളിവിടെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ വേറെ തിരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഒക്കെ പേരിലായിരിക്കാം പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്, നിങ്ങൾ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ട ഒരു എൻകറേജ്മെന്റ് ആണ്. യെസ് ഡു ഇറ്റ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, ഇതുപോലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഒരു എൻകറേജ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. യെസ്, ഡു ഇറ്റ് റൈറ്റ് നൗ. നിങ്ങൾ ശരിക്കും അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, അതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ ബാക്കിലിരുന്ന് എൻകറേജ് ചെയ്യുന്നത് പോലെ. ഓക്കെ, ചില സമയത്ത് നമ്മുടെ കൂടെ ആളുകളുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ സാധിക്കാഞ്ഞിട്ടാണ്. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷനിൽ സങ്കടപ്പെടുന്നതും എൻകറേജ് ചെയ്യുന്നതും ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. മേ ബി നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ഗാർഡിയൻസ് ആയിരിക്കാം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എൻകറേജ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ മേ ബി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓർ മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് സ്റ്റെപ്പ് വെച്ച് വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തൊരു ഗ്രേറ്റ് മെസ്സേജ് തരുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് I don't have the permission right now to open this card. Okay, so
ബട്ട് നമ്മളിത് ലാസ്റ്റിൽ നോക്കാം. എന്തൊരു കാര്യം നിങ്ങളെ റിലേഷൻഷിപ്പിനെ പറ്റി, മെയിൻലി നിങ്ങളെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് പെർമിഷൻ ആണ് ഈ ഒരു അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് മെസ്സേജ് ഓർ ഗ്രേറ്റ് എൻകറേജ്മെന്റ് ആണ് ഈ ഒരു കാർഡ് നിങ്ങൾ കേൾക്കേണ്ടത്. ഓക്കെ, സോ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു എൻകറേജ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനം ആയിക്കോട്ടെ, നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യുന്ന കാര്യം, അതായത് ആദ്യമായിട്ട് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്ന ചില പ്ലേസിൽ ഉണ്ടാവുന്നുണ്ട്, അതായത് ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ആ ഒരു ഈസിനെസ് തരുന്ന വ്യക്തിയോ റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി വർത്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ടൈം, എഫേർട്ട്, എനർജി, സോ അത് റെസ്പെക്ട് ചെയ്യാത്ത പ്ലേസിൽ അതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നോക്കൂ. അവിടെയാണ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ ഒരു കാര്യവും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കൊടുക്കരുത്, അതിന്റെ ഡിമാൻഡ് കുറയും. അതെന്താണെന്നുണ്ടെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്, നിങ്ങൾ കൊടുക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. സോ അത് നിങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഏൺ ചെയ്യാൻ പോകുന്ന ആളുകൾ. ഓക്കെ, സോ ഇത് പ്രോബബ്ലി നിങ്ങളും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളുടെ കൂടെയുള്ള ആളുകളും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു വ്യക്തി ജീവിതത്തിൽ ഏൺ ചെയ്യുന്ന ഒരു പ്രായത്തിന് മുൻപ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പ്രശസ്തി, പണം, സ്നേഹം. ഓക്കെ, സോ ഈ ഒരു 3 കാര്യം നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള ചില സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ വളരെ ചെറുപ്പത്തിലെ അധ്വാനിച്ച് തുടങ്ങുക എന്നുള്ളതല്ല, ഏൺ ചെയ്ത് തുടങ്ങുക എഫേർട്ട്ലെസ്ലി ചില ആളുകൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ ആദ്യമായിട്ട്, ഇവൻ നിങ്ങളുടെ ഏജ് എത്രയാണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാവുക. വെറുതെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല, നിങ്ങൾ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ പ്രശസ്തിയും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ചില കാര്യമാണ്. ഓക്കെ, ആൻഡ് ഇത് കുറച്ച് സമയത്തേക്ക് വന്നു പോകുന്ന ഒരു കാര്യമല്ല. സോ നിങ്ങളുടെ നിങ്ങളുടെ കരിയറിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു വലിയൊരു സ്റ്റെപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് പ്രോബബ്ലി ചില ആളുകൾക്ക് നിങ്ങൾ തിരിഞ്ഞുപോലും നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഓക്കെ, അതായത് ലൈക്ക് ഈ മെസ്സേജ് കേൾക്കുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങൾ കണ്ടിട്ടുള്ളത്, നിങ്ങളുടെ വിശ്വാസം എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സമ്പാദ്യം നിങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിലേക്കുള്ള ഒരു സ്റ്റെപ്പിലേക്കാണ് നിങ്ങൾ വരുന്നത്. സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മെയിൻലി നിങ്ങൾക്ക് അവിടെ പ്രശസ്തി, പണത്തിന്റെ കൂടെ തന്നെ ആ ഒരു പ്രശസ്തിയും കൂടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾ ഇത് കാണേണ്ടത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കും. എഫേർട്ട്ലെസ്ലി ചില കാര്യങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കും. മാർക്ക് മൈ വേർഡ്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, ഇമോഷൻസ് ആയിരിക്കാം, ചില മിസ്സിങ്സ് ആയിരിക്കാം, ചില റിലേഷൻഷിപ്പ് പാറ്റേൺ, സിറ്റുവേഷൻ, വാട്ട് എവർ. ഓക്കെ, സോ ചിലതെന്ന് നിങ്ങൾ അതായത് ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ബിക്കോസ് എന്താണ്, അവിടെ പുതിയ കാര്യങ്ങൾ അവിടെ വരേണ്ടതായിട്ടുണ്ട്, പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് വളരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ആലോചിച്ച് ദുഃഖിക്കുന്നോ അതിൻ്റെ ഒരു ഓർമ്മ പോലും, അതിൻ്റെ ഒരു ട്രോമ പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവാത്ത രീതിയിലാണ് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഈ ഒരു റീഡിങ് വളരെ സിലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണെന്നുള്ളത്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടാലന്റ് ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു
ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്താണോ നിങ്ങൾ അങ്ങനെ പ്രശസ്തിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കുള്ളൊരു കഴിവ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത്, നമ്മൾ അഗെയിൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു എൻകറേജ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനത്തെ കാര്യമാണ് വരേണ്ടത് എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഉള്ളൊരു എൻകറേജ്മെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് അതിൽ ഒരുപാട് നിങ്ങൾക്ക് അത്ര ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരിക്കലും ഡിസപ്പോയിൻമെന്റ് ചെയ്യില്ല, ഡിസപ്പോയിന്റ് ആക്കില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തോ ഒരു കാര്യം, നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ പാഷനോ നിങ്ങളുടെ പേർപ്പസ് ആയിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. ഓക്കെ, സോ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു കൺഫ്യൂഷൻ നമ്മൾക്ക് ഉണ്ടാവും അല്ലെ. സോ നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കില്ല, വിട്ട് കളയാൻ സാധിക്കില്ല. എന്നാൽ അവിടെ നിങ്ങൾക്ക് ഒരു ഡിവൈൻ ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ നോക്കി നിൽക്കുക മാത്രമാണ് ചില പ്ലേസിൽ ചെയ്യേണ്ടത്. അതായത് ലൈഫിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലത് നിങ്ങളിലേക്ക് വരാനും പെർമിഷൻസ് ഇല്ലാത്ത രീതിയിൽ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകളെ, ചില റിലേഷൻഷിപ്പ് പാറ്റേൺ, ചില റിലേഷൻഷിപ്പ് ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ സാധിക്കില്ല, അവർക്ക് നിൽക്കാൻ പാടില്ല. ചില ആളുകൾ, ചില സിറ്റുവേഷൻ, ചില ഡ്രാമാസ്, ഓക്കെ, കൊഴിഞ്ഞു പോവാണ് ചില കാര്യങ്ങൾ. എന്തിനാണ് അവിടെ എന്തൊരു കാര്യം അവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിൽ വലിയൊരു വിഷമം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, നിങ്ങൾ എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ആലോചിച്ച് നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുള്ളത്, അത് ആ ഒരു നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾ അത് അറിയുന്നു പോലുമില്ല. ബിക്കോസ് നിങ്ങളുടെ ശ്രദ്ധ വേറെ കാര്യത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ അത് പ്രോബബ്ലി നിങ്ങൾ എന്ന വ്യക്തിയെ ഒരുപാട് ആക്റ്റീവ് ആക്കുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് വെറുതെ ഇരിക്കേണ്ട ആളുകളല്ല. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാറ്റേണിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ചില കാര്യത്തിലേക്ക് നിങ്ങളെ പ്രിപ്പയർഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രോബബ്ലി നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള വഴി ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ പോകുന്ന വഴികൾ നിങ്ങൾക്ക് അത്ര ഈസി ആയിക്കൊള്ളണമെന്നില്ല. സോ ഈ ഒരു സമയത്ത് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അഗെയിൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വഴി എന്നല്ല നിങ്ങൾ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു അഫർമേഷൻ ഫോർ യുവർ റിലേഷൻഷിപ്പ്, ഐ എം ഓപ്പൺ ഫോർ മൈ റൈറ്റ് പേഴ്സൺ, റൈറ്റ് റിലേഷൻഷിപ്പ്. എൻ്റെ ഹയർ സെൽഫുമായി കണക്ട് ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഞാൻ വരികയാണ്. എൻ്റെ ലൈഫിലെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറെ ഞാൻ അട്രാക്ട് ചെയ്യാണ് എന്നുള്ളത് പറയാം. നിങ്ങൾ ലൈഫിൽ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓർ അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. സോ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്ന പ്ലേസിലും നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്വയം പറയാം, എൻ്റെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ഞാൻ എല്ലാ പെർമിഷൻസും എനിക്ക് കൊടുക്കുകയാണ്. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി എനിക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് ഞാൻ കൂടുതൽ അലൈൻഡ് ആയിട്ട് വരുന്നത്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കും ആളുകളിലേക്കും ലവ് റിലേഷൻഷിപ്പിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അലൈൻ ആയിക്കൊണ്ടിരിക്കുന്നത്. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാൻ ഞാൻ എനിക്ക് വേണ്ട എല്ലാ പെർമിഷൻസും കൊടുക്കുകയാണ്. നമ്മുടെ വാക്കിന് അത്ര പവർ ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതും ആ ഒരു പവറാണ്. സോ പറയുന്ന സമയത്ത് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് തോന്നണം. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും മികച്ച കാര്യം എൻ്റെ ലൈഫിൽ അട്രാക്ട് ചെയ്യാണ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ.
ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാണ്. ഈ ഒരു സമയത്ത് സ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ഒരു ഹയർ സെൽഫുമായി കണക്ട് ചെയ്യാണ്, ഹയർ പേർപ്പസുമായി കണക്ട് ചെയ്യാണ്, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെയിമിലേക്ക് വരികയാണ്, ഏറ്റവും അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തി വരുന്ന ആളുകളുണ്ട് സമ്പാദ്യം കൊണ്ട്. ബിക്കോസ് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഉന്നതിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ് ആവാൻ പോവാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ തൊഴിലിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ എത്തിക്കാൻ പോകുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ക്ലെയിം ഇറ്റ്. എൻ്റെ ജോബിൽ അല്ലെങ്കിൽ എൻ്റെ ഹയർ സെൽഫുമായി കണക്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജോബിലേക്ക് ഞാൻ വന്നു ചേരുകയാണ്. ഞാൻ എൻ്റെ ലൈഫ് പേർപ്പസ് ചെയ്യാണ്, ഞാൻ എൻ്റെ ഹയർ സെൽഫുമായി ബന്ധപ്പെട്ട ജോബിൽ എൻഗേജ്ഡ് ആവാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സും എനിക്ക് വേണ്ടി ഓപ്പൺ ആയിട്ട് വരികയാണ്. ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ ഏറ്റവും മികച്ച കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുകയാണ്. എൻ്റെതല്ലാത്ത എല്ലാ കാര്യവും ഞാൻ വിട്ടുകളയാണ്, എന്നിൽ നിന്നും വിട്ടുകളയാണ്. ഇതുപോലെ നിങ്ങൾ ഇത് തന്നെ പറയണമെന്നില്ല. എന്താണോ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു പവർ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക, നിങ്ങൾ അങ്ങനത്തെ വാക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങൾ പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് റിസീവ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് ചില ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും ഫുൾഫിൽമെന്റും കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളോ തൊഴിലുകളോ സാമ്പത്തികമായിട്ടുള്ള അവസരങ്ങളോ ആണ് നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. ഇത് പുറമേ നിന്ന് വരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടെ വരുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ നിങ്ങളുടെ ടീമിൽ, നിങ്ങളുടെ ആളുകളിൽ, നിങ്ങളുടെ കൾച്ചറിൽ, നിങ്ങളുടെ ബിലീഫിൽ, നിങ്ങളുടെ സർക്കിളിലൊക്കെ കംപ്ലീറ്റ്ലി മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ സൗഹൃദങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കർമ്മയാണ് കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത്, നിങ്ങളുടെ പേർപ്പസ്. തൊഴിലിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുക. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ തൊഴിലിലേക്ക് എൻഗേജ്ഡ് ആവുന്ന സമയത്ത് ബ്യൂട്ടിഫുള്ളി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ജോബ് മാത്രം നോക്കണം, റിലേഷൻഷിപ്പ് വേറെ ഒരാളിലേക്ക് നോക്കണ്ട എന്നല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കർമ്മയിലേക്ക് ഫോക്കസ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾ നാച്ചുറലി സ്ട്രോങ് അട്രാക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു കാര്യം ശരിയാവുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പല എനർജികളും അതുവരെ ഉള്ളതൊക്കെ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആക്കി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ വരാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ വരുന്നത് അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതോ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളോ എക്സ്പെക്ട് ചെയ്യുന്ന വഴിയിലോ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തിലൂടെയല്ല അത് വരുന്നത്. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്കുള്ള ഒരു സീക്രട്ട് മെസ്സേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്, നമ്മൾ ഇനീഷ്യലി പറഞ്ഞു ഈ കാർഡ് നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ചില മാറ്റങ്ങളാണ്. ഓക്കെ, സോ ആൻഡ് ഒരു ഗ്രേറ്റ് ഫ്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഡിസ്കവർ ചെയ്യാണ്, നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരികയാണ്. സോ നാച്ചുറലി നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ഫോക്കസ്ഡ് ആവുന്നതിന്റെ ഭാഗമായിട്ട് സ്വയം ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ അലൈൻഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ റിലേഷൻഷിപ്പിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള ചില മാറ്റങ്ങൾ കൂടെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും മികച്ച വ്യക്തി, ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്നേഹം, ഏറ്റവും ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് കൈൻഡ് ഓഫ് അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ ഫോമിലെ ചില കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾ എൻഗേജ്ഡ്, നിങ്ങൾ ചില കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവണം എന്ന് പറയുന്ന സമയത്തും ഇത് നോർമലി നിങ്ങൾ സർവൈവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ അത് ഈവൻ നിങ്ങൾക്ക് പ്രശസ്തി കൊണ്ടുവരുന്നത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സ്നേഹം കൊണ്ടുമായിരിക്കാം. ഓക്കെ, നമുക്കറിയാം എത്രയോ ആളുകൾ ഏറ്റവും മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഒരുപാട് പ്രശസ്തി അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യം കൊണ്ട് അവർ ഒരുപാട് അറിയപ്പെടുന്നുണ്ട് അല്ലെ.
സോ നിങ്ങൾക്ക് അങ്ങനെയും ആയിരിക്കാം. സോ അതിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ അതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കർമ്മയിലേക്ക്, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക. മേ ബി നിങ്ങൾ അത് കൂടുതൽ ആസ്വദിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി കണ്ട് ഒരാൾക്ക് നിങ്ങളടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സണ് അത്ര ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് ഉണ്ടാവുക. ആ ഒരു ടൈമിലാണ് റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക, അല്ലെ? ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ വളരെ ലോ എനർജിയിൽ നിൽക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ലൈഫിൽ ഒട്ടും സന്തോഷമില്ലാത്തൊരു പ്ലേസിൽ റൈറ്റ് പേഴ്സൺ വന്നാലും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുക, നിങ്ങളെ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങുക. ആ ഒരു ടൈമിൽ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഐ എം ഷുവർ ദാറ്റ് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ നോ ദാറ്റ് നിങ്ങൾക്കൊരു ഗ്രേറ്റ് ഇൻസൈറ്റ് ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളൊരു ഇന്നർ വോയിസ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എൻകറേജ്മെന്റ് ആണ്. ഓക്കെ, സോ ക്ലെയിം ഇറ്റ്. നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബിലോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.